ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ടൻ. നോക്കാം വാർത്തകൾ വിശദമായി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആദ്യം, കോഴിക്കോട് പേരാമ്പ്രയിൽ DRIയുടെ റെയ്ഡ്. സ്വർണ്ണ മൊത്ത വ്യാപാരിയിൽ നിന്ന് 3.22 കോടി രൂപ പിടിച്ചെടുത്തു. സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കാറിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. ഷഹദ് റഹ്മാൻ നൽകുന്നതിന് കൂടുതൽ വിശദാംശങ്ങൾ. ഷഹദ്, വലിയ തുകയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. വലിയ തുകയ്ക്കുള്ള സ്വർണമാണ് കണ്ടെടുത്തെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ 3.22 കോടി രൂപ പിടിച്ചെടുത്തു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? DRI എന്ത് വിശദീകരണമാണ് നൽകുന്നത്? പ്രജിൻ, പേരാമ്പ്ര കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണ മൊത്ത വ്യാപാരിയുടെ ഫ്ളാറ്റിൽ നിന്നും 3.22 കോടി രൂപ പിടിച്ചെടുത്തത്. പേരാമ്പ്ര ചിരിതക്കുന്ന് ഫ്ളാറ്റിന്റെ ഉടമസ്ഥൻ, അതുപോലെ തന്നെ സ്വർണ്ണ മൊത്ത ചില്ലറ വ്യാപാരിയും കൂടിയായിട്ടുള്ള ദീപക്, അതുപോലെ തന്നെ ആനന്ദ് എന്നിവരെയാണ് ഇപ്പോൾ ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഫ്ളാറ്റിലുണ്ടായിരുന്ന ഇവരുടെ അതുപോലെ ഹോണ്ട ബൈക്കും അതുപോലെ തന്നെ കാറും ഈ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത കാറിലെ രഹസ്യ അറയിൽ നിന്നാണ് ഈ പണം ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ സംഘം, DRI സംഘം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഇവിടെ എത്തുന്നത്. താമരശ്ശേരിയിൽ നിന്നും പ്രതികളുടെ വാഹനത്തെ പിന്തുടർന്ന് ഈ സംഘം ഇവരെ വീട്ടിലെത്തുകയായിരുന്നു. മഹാരാഷ്ട്ര റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം, അതുപോലെ തന്നെ കോഴിക്കോട് തുടങ്ങിയ ഇടങ്ങളിലാണ് ഈ സംയുക്തമായിട്ട് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിൽ നിന്നും പേരാമ്പ്രയിലെത്തി സ്ഥിര താമസക്കാരാക്കിയ ഇവർ സ്വർണ്ണക്കടകളിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുള്ള ആളുകളിൽ നിന്നും പഴയ സ്വർണം വിലക്കെടുത്ത് അത് ഉരുക്കി പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ജോലിയാണ് വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്നത്. പേരാമ്പ്രയിൽ ജ്വല്ലറിയും ഇവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. രാവിലെ 11 മണിക്ക് തുടങ്ങിയ റെയ്ഡ് അല്പസമയം, അതായത് ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് അവസാനിച്ചിട്ടുള്ളത്. അവരിൽ നിന്നുമാണ് ഇപ്പോൾ ഈ 3 കോടി രൂപ പിടിച്ചെടുത്തിട്ടുള്ളത്. പ്രജിൻ, ശരി. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സമയപരിധി UAE നീട്ടി. എക്സിറ്റ് പാസ് ലഭിച്ചവർക്ക് ഒക്ടോബർ 31 വരെ രാജ്യത്ത് തുടരാമെന്നാണ് പുതിയ അറിയിപ്പ്. മടക്കയാത്രയ്ക്ക് ഉയർന്ന വിമാന നിരക്ക് തടസ്സമായവർക്ക് പുതിയ തീരുമാനം ഗുണം ചെയ്യും. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണ് UAE നടത്തിയിരിക്കുന്നത്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി ഔട്ട് പാസ് ലഭിക്കുന്നവർ ഔട്ട് പാസ് ലഭിച്ച് 14 ദിവസത്തിനകം രാജ്യം വിടണമെന്നായിരുന്നു നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം. ഈ നിയമത്തിലാണ് അധികൃതർ ഇപ്പോൾ ഇളവ് വരുത്തിയത്. ഔട്ട് പാസ് ലഭിച്ചവർക്ക് പൊതുമാപ്പ് കാലാവധി തീരുന്ന ഒക്ടോബർ 31 വരെ രാജ്യത്ത് തങ്ങാമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. ഇത്തരക്കാർക്ക് ഒക്ടോബർ 31 എപ്പോൾ വേണമെങ്കിലും രാജ്യം വിടാനാകും. ഇതിനിടെ UAEയിൽ എവിടെയെങ്കിലും ജോലി ലഭിക്കുകയാണെങ്കിൽ വിസ ഉൾപ്പെടെയുള്ള രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാനും കഴിയുമെന്നും ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് വ്യക്തമാക്കി. അതിനിടെ UAEയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നതിനായി പാസ്പോർട്ട് കാലാവധിയിൽ ഇളവ് വരുത്തി. പാസ്പോർട്ടിന്റെ സാധുത 6 മാസത്തിൽ കുറവാണെങ്കിൽ പൊതുമാപ്പിന് അപേക്ഷിക്കുന്നതിന് മുൻപ് പാസ്പോർട്ട് പുതുക്കണമെന്നായിരുന്നു ചട്ടം. ഇതാണ് ഇപ്പോൾ ഭേദഗതി ചെയ്തത്. നടപടികൾ സുഗമമാക്കാൻ പാസ്പോർട്ടിന്റെ സാധുത കാലാവധി 6 മാസത്തിൽ നിന്ന് 1 മാസമായാണ് കുറച്ചത്. പൊതുമാപ്പിനായി ദുബായിൽ 86 അമർ സെന്ററുകൾ വഴി ഇതിനകം 19,000-ലധികം അപേക്ഷകളിലാണ് തീർപ്പുണ്ടാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായിൽ അൽവീർ സെന്ററിൽ വിവിധ കമ്പനികൾ നേരിട്ടെത്തി തൊഴിലഭിമുഖങ്ങളും നടത്തുന്നുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 2 മാസത്തേക്കാണ് UAE പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. 24 ദുബായ്. ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിൽ സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയും വൈവിധ്യമാർന്ന പരിപാടികളാണ് ദമാമിലും നടന്നത്. ആഘോഷ പരിപാടികൾ ഈ മാസം അവസാനം വരെ നീണ്ടുനിൽക്കും. രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ അനുസ്മരിച്ചും അവ വാനോളം ഉയർത്തിക്കാട്ടിയുമായിരുന്നു സൗദിയുടെ ദേശീയ ദിനാഘോഷ പരിപാടികൾ എങ്ങും അരങ്ങേറിയത്. ദേശീയ ദിനം വന്നെത്തും മുമ്പ് തന്നെ ആഘോഷ ആരവങ്ങളോടെയുള്ള രാവുകളായിരുന്നു എങ്ങും. റോഡുകളും റൗണ്ട് ബോട്ടുകളും പാലങ്ങളുമെല്ലാം ഹരിത വർണ്ണാലങ്കാരങ്ങളാൽ തൂക്കിയും ദീപാലങ്കൃതമാക്കിയും ആഘോഷങ്ങൾക്കായി ഒരുങ്ങിയിരുന്നു. ഭരണാധികാരികളുടെ ചിത്രങ്ങൾ പതിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചും ആശംസകൾ നേർന്നും രാജ്യം 94ാമത് പിറന്നാൾ അവിസ്മരണീയമാക്കുകയായിരുന്നു. തൊഴിൽ മന്ത്രാലയവും മുനിസിപ്പാലിറ്റിയും സംയുക്തമായാണ് വിവിധ പരിപാടികൾ ഒരുക്കിയത്. പാർക്കുകളും കോർണിഷുകളും കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന പരിപാടികളെല്ലാം. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേരാണ് ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയത്. അന്നം തരുന്ന രാജ്യത്തിൻ്റെ മറ്റൊരു പിറന്നാൾ ദിനം ആഘോഷപൂർവ്വം വിദേശികളും കൊണ്ടാടി. ഞാൻ 82 ഇവിടെ വരുന്ന കാലത്തുള്ള സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യ മൊത്തം ആകെ അടിമുടി മാറി. ആഘോഷങ്ങളോട് ആഘോഷങ്ങൾ. ഈ മാറ്റങ്ങൾ ഞാൻ ഇന്നും വളരെ ആകാംക്ഷയോടെ കാണുകയാണ്. തങ്ങളുടെ വാഹനങ്ങൾ അലങ്കരിച്ചും മലയാളി കുടുംബങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി. പ്രവാസി എന്ന നിലയിൽ ഞങ്ങൾക്ക് അന്നം തരുന്ന ഈ രാജ്യത്തിനോടുള്ള ബഹുമതി ഞങ്ങൾ പല വിധത്തിലും ഞങ്ങളുടെ
വണ്ടിയിൽ തന്നെയായാലും ഞങ്ങൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വളരെ ഇതിൽ ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ രാജ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വളരെ അസൂയാവഹമായ കാഴ്ചകളാണ് കാണുന്നത്. ആഘോഷങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ അൽഖോബാർ, ദമ്മാം, അൽഹസ എന്നിവിടങ്ങളിൽ വിവിധ വിമാന കമ്പനികളുടെയും റോയൽ സൗദി എയർഫോഴ്സിൻ്റെയും എയർ ഷോകളും ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ തീർക്കും. സുബൈറുദ്ദീനൂർ, 24 ദമ്മാം. റിയാദിൽ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സൗദി ദേശീയ ദിനം ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. സ്വന്തം രാജ്യത്തിൻ്റെ ദേശീയ ദിനാഘോഷം പോലെ തന്നെ ഒട്ടും ആവേശം ചോരാതെയാണ് പ്രവാസി മലയാളികളും സൗദി ദേശീയ ദിനത്തെ വരവേറ്റത്. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുടനീളം അരങ്ങേറിയത്. ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാദ് ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടികൾക്ക് ചെയർമാൻ റാഫി പങ്ങോട് നേതൃത്വം നൽകി. ദേശീയ ദിനമായ ഇന്ന് ഓണവും പൊന്നോണവും കൂടി ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഗൾഫ് മലയാളി ഫെഡറേഷൻ ഇന്ന് ഇവിടെ ആഘോഷിച്ചത്. പ്രത്യേകിച്ച് റിയാദിനെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഒത്തുചേരൽ കൂടിയായിരുന്നു ഈ ഓണനാളിൽ. ദേശീയ ദിനാഘോഷ പരിപാടികൾക്കൊപ്പം ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അതിഥികൾക്ക് വിഭവസമൃദ്ധമായ സദ്യയാണ് വിളമ്പിയത്. റിയാദിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകരായ ജോസഫ് അതിരുങ്കൽ, ഡോക്ടർ ജയചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു. GMF നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ അസീസ് പവിത്ര, സെക്രട്ടറി ഹരികൃഷ്ണൻ കണ്ണൂർ, ഷാജി മഠത്തിൽ, ടോം സി മാത്യു, PS കോയ, അഷ്റഫ് ചേലമ്പ്ര, സനൽകുമാർ, സുബേർ, സത്താർ മാവൂർ, ഷാനവാസ് വെമ്പളി, ഷാജഹാൻ പാണ്ഡ, ഉണ്ണി, മുന്ന, നൂർദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 24 റിയാദ്. സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി മലയാളി കോഴിക്കോട് നഗരത്തിലൂടെ നടത്തിയ മാരത്തൺ ശ്രദ്ധേയമായി. 30 കിലോമീറ്ററാണ് റസാ കിണാശ്ശേരി ഓടിയത്. ഇന്ത്യ സൗദി സൗഹൃദത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മാരത്തൺ. സൗദിയിലെ പല ആഘോഷവേളകളിലും മാരത്തണിന്റെ ഭാഗമായി ശ്രദ്ധേയനായ പ്രവാസിയാണ് കോഴിക്കോട് സ്വദേശി റസാഖ് കിണാശ്ശേരി. കഴിഞ്ഞ ദിവസം സൗദി 94ാം ദേശീയ ദിനം ആഘോഷിച്ചപ്പോൾ അവധിക്ക് നാട്ടിലായിട്ടും റസാഖിന് വെറുതെ ഇരിക്കാനായില്ല. മുൻ വർഷങ്ങളിൽ സൗദിയിലോടിയ പോലെ ഇത്തവണ കോഴിക്കോട് നഗരത്തിലൂടെ റസാഖ് ഓടി. കിണാശ്ശേരി കൂട്ടം സാംസ്കാരിക വേദിയുടെയും റോയൽ റണ്ണേഴ്സ് കോഴിക്കോടിന്റെയും സഹകരണത്തോടെ നടന്ന മാരത്തൺ എഴുത്തുകാരൻ ജമാൽ കൊച്ചങ്ങാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ സൗദി സൗഹൃദത്തിന്റെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് പകരുക എന്നതുകൂടി ഈ മാരത്തണിന് പിന്നിലെ ലക്ഷ്യമായിരുന്നു. സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനങ്ങളിലും 30 കിലോമീറ്റർ ദേശീയ പതാക ഏന്തിയിട്ട് ഓടിയിട്ടുണ്ട്. കൂടാതെ സൗദി ദേശീയ ദിനത്തിൽ അവിടുത്തെ ഗവർണറുടെ, അത് അസീർ ഗവർണറുടെ പിന്തുണയോട് കൂടിയിട്ട് OICC സംഘടിപ്പിച്ച മാരത്തൺ 30 കിലോമീറ്റർ അബാ ഗവർണറേറ്റിലേക്കാണ് ഓടിയത്. അതിന് അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ഉപഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മയിൽ തന്നെയാണ് ഇന്ന് ഇവിടെ വെച്ചിട്ട് സൗദിയിൽ ദേശീയ ദിനത്തിൽ ഓടാൻ തീരുമാനിച്ചത്. കിണാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് നഗരം ചുറ്റി 30 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി. 30 വർഷത്തോളമായി സൗദിയിലെ കമ്മീഷ് മുഷയത്തിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് റസാഖ് കിണാശ്ശേരി. ഇന്ത്യയുടെയും സൗദിയുടെയും ദേശീയ ആഘോഷങ്ങളുടെ ഭാഗമായി നേരത്തെയും പലതവണ റസാഖ് മാരത്തണിന്റെ ഭാഗമായിട്ടുണ്ട്. നിരവധി അന്താരാഷ്ട്ര മാരത്തണുകളിൽ ഓടി. റോയൽ റണ്ണേഴ്സിന്റെ രാകേഷ് കുന്നത്താണ് പരിശീലകൻ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കോഴിക്കോട് പയ്യോളിയിലെ പുരാതന കുടുംബമായ അറബി കുടുംബം കൂട്ടായ്മയുടെ ദുബായ് ചാപ്റ്ററിന്റെ യോഗം ചേർന്നു. ദുബായ് ദേറയിൽ ചേർന്ന യോഗം അസ്നാസ്റ്റിയുടെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ചു. ഡിസംബറിൽ നടക്കുന്ന കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട് അസീസ് സുൽത്താൻ വിഷയം അവതരിപ്പിച്ചു. VK മൊയ്തീൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ റഫീഖ് TP അധ്യക്ഷനായിരുന്നു. ആഷിഖ് VP, മുസ്തഫ PK തുടങ്ങിയവർ പങ്കെടുത്തു. ഖത്തറിൽ ആവേശം തീർത്ത് മലയാളി മങ്ക സീസൺ 1. 185-ലധികം മത്സരാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 15 പേരാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. റേഡിയോ സുനോ പ്രഥമ മലയാളി മങ്ക കിരീടം മിന്നു സുബിത്ത് സ്വന്തമാക്കി. ഫസ്റ്റ് റണ്ണറപ്പ് അനു ജോണും സെക്കൻഡ് റണ്ണറപ്പായി ദിവ്യശ്രീയും തെരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോപ്പുലർ മങ്കയായി പ്രിയങ്ക എസും ബെസ്റ്റ് വോയിസ് ആയി തുഷാര സദാമിനിയും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വജ സുനിൽ ബെസ്റ്റ് സ്മൈൽ അവാർഡിന് അർഹയായി. കൺജീനിയാലിറ്റി അവാർഡ് ലിഫ സൗമിത്രിക്കും ഫോട്ടോജനിക് അവാർഡ് ദിവ്യശ്രീ എന്നിവർക്കും ലഭിച്ചു. ചീഫ് സെലിബ്രിറ്റി ജഡ്ജും ആദ്യ മിസ് കേരള ഡയറക്ടറുമായ സിജോയ് വർഗീസ്, മുൻ മിസസ് ഇന്ത്യ പ്രിയങ്ക ബജാജ് സിബൽ, ഇന്റർനാഷണൽ ഫാഷൻ ഡിസൈനർ മഞ്ജു ലക്ഷ്മി ഭരതൻ, ഷഹ്നാസ് ഗഫാർ
തുടങ്ങിയവരായിരുന്നു ജഡ്ജിംഗ് പാനൽ. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ പൂർണ്ണമായും തള്ളി ഹൈക്കോടതി. സാഹചര്യ തെളിവുകൾ നടന് എതിരാണ്. പരാതി നൽകാൻ വൈകിയത് വീഴ്ചയല്ലെന്ന് സുപ്രധാന കോടതി നിരീക്ഷണം. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല. പരാതി നൽകാൻ വർഷങ്ങൾ കാലതാമസമുണ്ടായി. സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ഇതുൾപ്പെടെയുള്ള വാദങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. അതിജീവിതയുടെ സ്വഭാവവും വിശ്വാസ്യതയും സംശയിക്കേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. മറിച്ചുള്ള വാദം അനാവശ്യം. പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാൻ എന്നായിരുന്നു ജസ്റ്റിസ് CS ഡയസിന്റെ നിരീക്ഷണം. ജാമ്യം ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SITക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈൻ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ ഈ ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു ഫാക്ടർ തന്നെയാണ്. സമൂഹത്തിൽ ഏതവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുണ്ടെന്ന് ബിൽക്കിസ് ബാനു കേസ് ചൂണ്ടിക്കാട്ടി കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഒപ്പം തെളിവുകളും കണക്കിലെടുത്താൽ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഈ ദിവസങ്ങളിലും ഈ നിമിഷങ്ങളിലും തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സമയം മേടിക്കുകയാണ് പ്രതിഭാഗം എല്ലാ കേസിലും ചെയ്യുന്നത്. അത് ഈ കേസിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് തടയുന്നതിന് SITക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ നാളെ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട തെളിവുകളല്ലേ ഇതിനകത്ത് ഹാജരാക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെയും കോടതി വിമർശിച്ചു. 5 വർഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിഗൂഢമായ മൗനം പാലിച്ചു. കോടതി ഇടപെടലിനെ തുടർന്നാണ് റിപ്പോർട്ട് വെളിച്ചം കണ്ടത്. പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് പ്രതിഭാഗത്തിന്റെ വാദമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന സ്ത്രീക്കുണ്ടാകുന്ന അനുഭവം അവരുടെ സ്വഭാവത്തെയല്ല, അവർ നേരിടുന്ന ദുരിതത്തെയാണ് കാണിക്കുന്നതെന്ന ശ്രദ്ധേയമായ പരാമർശവും കോടതി നടത്തി. 24 കൊച്ചി. പീഡന പരാതികളിൽ നടനും കൊല്ലം MLAയുമായ M മുകേഷിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. നടൻ ജയസൂര്യക്കെതിരെ പരാതി നൽകിയ നടി ഇന്ന് കോലഞ്ചേരി കോടതിയിൽ രഹസ്യമൊഴി നൽകി. ഇന്ന് രാവിലെ 10:15 M മുകേഷ് MLA പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയായിരുന്നു. 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യമാണ് വ്യവസ്ഥ. പണം തട്ടാനുള്ള നീക്കമാണ് തനിക്കെതിരെ ആരോപണത്തിന് പിന്നിലെന്ന് M മുകേഷ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അവരിൽ നിന്നും അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകളെ ക്രോസ് ചെക്ക് ചെയ്ത് അത് അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും നമുക്ക് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനൊക്കെയുള്ള അവസരമാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് മുകേഷിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. M മുകേഷിന്റെയും പരാതിക്കാരുടെയും മൊഴികൾ അന്വേഷണ സംഘം ഒത്തുനോക്കുകയാണ്. വെള്ളം കുടിക്കണം, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഫ്യൂച്ചറിൽ ഇതേപോലത്തെ മുകേഷുമാർ മുള പൊട്ടരുത്. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. മലയാള സിനിമ ഒരു ശുദ്ധികലാശം ആവശ്യമാണ്. ലൊക്കേഷനിൽ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് ജയസൂര്യക്കെതിരെ പരാതി നൽകിയ നടി ഇന്ന് രഹസ്യമൊഴി നൽകി. കോലഞ്ചേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടി രഹസ്യമൊഴി നൽകിയത്. കേസിലെ പരാതിക്കാരെ സ്വാധീനിക്കരുതെന്നും ഭീഷണിപ്പെടുത്തരുതെന്നും അന്വേഷണ സംഘം എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നതടക്കമുള്ള വ്യവസ്ഥകളും മുകേഷിന്റെ ജാമ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. 24 കൊച്ചി. മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24നോട്. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ചരിത്രപരമായ തീരുമാനമാണ്. തെറ്റ് ആര് ചെയ്താലും ശിക്ഷ ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഓസ്ട്രേലിയയിലെ 24 പ്രതിനിധി സ്വരാജ് സെബാസ്റ്റ്യന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു വഴികാട്ടിയാണ്, അല്ലെങ്കിൽ ഒരു വഴിത്തിരിവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് ദേശീയാടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെയൊരു കാര്യം ആവശ്യമാണ് എന്ന നിലപാടിലേക്ക് പൊതുവെ ഇന്ത്യ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സഹായകരമായ ഒരു നിലപാടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടും ആ കമ്മിറ്റി നിർണ്ണയിക്കുന്ന ആ കമ്മിറ്റിയെ നിശ്ചയിക്കുന്ന കാലഘട്ടം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഇപ്പോൾ പൊതുവായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം കേരളത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യം എടുത്താൽ ഇപ്പോൾ സിനിമാ രംഗത്ത് ഒരു ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടികൾ ഉണ്ടാവാൻ നിങ്ങൾ പ്രതീക്ഷിക്കാമോ? അല്ല, അതിൻ്റെ ആവശ്യമായ നിയമനിർമ്മാണം തന്നെ വേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ഏതായാലും ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ സിനിമ
മേഖലയിലെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം. എം മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ. CPI-കാരി എന്ന നിലയിലും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിലുമാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നതെന്നും ആനി രാജ 24നോട് പറഞ്ഞു. സ്ത്രീകളുടെ അന്തസ് മറ്റെന്തിനേക്കാളും വലുതല്ലേ എന്നാണ് MLA സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ളത് എന്നും ആനി രാജ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ ചേരുകയാണ് 24നൊപ്പം. കോമ്രേഡ് ഇപ്പോൾ മുകേഷ് MLA അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു പീഡന കേസിൽ. അതിനുശേഷം വിട്ടയച്ചിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കും? നമ്മൾ തുടക്കം മുതൽ പറയുന്നതാണ്, ഈ രഞ്ജിത്തിന് എന്തടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് പറഞ്ഞുവോ ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് അതേ ലോജിക്ക് തന്നെയാണ് മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെടാൻ അതേ ലോജിക്ക് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയത്. ആ ലോജിക്കിൽ തന്നെ ആ ആവശ്യത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അതൊന്നുകൂടി ഞങ്ങളുടെ ആവശ്യത്തെ ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെയോ അല്ലെങ്കിൽ ആവശ്യത്തെയോ ഒക്കെ തന്നെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇന്ന് ചോദ്യം ചെയ്യലിനിടെ മുകേഷ് MLA അറസ്റ്റ് ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതാണ്. അതേസമയം അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവർ പറയുന്നത് ഒരു ജനപ്രതിനിധി എന്നതാണ് MLA സ്ഥാനം. അദ്ദേഹം ഇപ്പോൾ ഇതിൻ്റെ പേരിൽ രാജിവെക്കുകയോ പുറത്താക്കുകയോ ചെയ്താൽ പിന്നീട് ഈ കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയാൽ തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് ഒക്കെയാണ്. ഇതിനെ അവിടെ എങ്ങനെ പ്രതികരിക്കും? പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ പേരിൽ രാജിവെച്ചാൽ അതേ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ പേരിൽ വീണ്ടും ആ MLA സ്ഥാനത്തേക്ക് വരാൻ സാധിക്കില്ല. കാരണം അതൊരു തെരഞ്ഞെടുപ്പിലൂടെ വരേണ്ടതാണ് എന്ന് പറയുമ്പോൾ ചോദ്യം ഇതാണ്, സ്ത്രീയുടെ ഡിഗ്നിറ്റി മറ്റെന്തിനേക്കാൾ വലുതല്ലേ? ഷിരൂരിലെ തിരച്ചിലിൽ വീണ്ടും നിരാശ. അർജുന്റെ ലോറിയുടെ ഒരു ഭാഗവും ഇതുവരെയും കണ്ടെത്താനായില്ല. മറ്റ് 2 സ്പോട്ടുകളിൽ ഡ്രഡ്ജിംഗ് തുടരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ വ്യക്തമാക്കി. ഐബോട്ട് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ 4 സ്പോട്ടുകളാണ് റിട്ടയർഡ് മേജർ M ഇന്ദ്രപാലൻ ദൗത്യസംഘത്തിന് വീണ്ടും അടയാളപ്പെടുത്തി നൽകിയത്. ഇതിൽ കരയിൽ നിന്ന് 132 മീറ്റർ അകലെയുള്ള CP4-ൽ കൂടുതൽ ലോഹ സാന്നിധ്യമുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. ഓരോ സ്പോട്ടിലും 30 മീറ്റർ ചുറ്റളവിൽ മണ്ണ് നീക്കം ചെയ്യാനാണ് തീരുമാനം. എന്നാൽ CP3-ലും CP4-ലും ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഒരു ഭാഗവും കണ്ടെത്താനായില്ല. പുഴയിൽ പതിച്ച ടാങ്കർ ലോറിയുടെ മഡ്ഗാർഡ് മാത്രമാണ് ഇന്ന് കണ്ടെത്തിയത്. Recovered one plate and that plate belongs to what, as per their assumption, that plate belongs to Arjun's vehicle because of that color is red. Okay. ശക്തമായ ലോഹ സാന്നിധ്യമുണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞ സ്പോട്ട് 4-ൽ തെരച്ചിൽ പൂർത്തിയായിട്ടും ഫലം നിരാശയാണ്. 24 ഷിരൂർ. തിരികെ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം കലക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് തലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ. കൊച്ചിയിൽ നടന്ന പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പൂരം കലക്കിയ ADGP അജിത് കുമാർ തന്നെ ഗൂഢാലോചന അന്വേഷിച്ചതിനേക്കാൾ വലിയ തമാശയുണ്ടോ എന്ന് VD സതീശൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കരിവന്നൂരിൽ ED കണ്ടിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. പൂരം കലക്കി BJPയെ ജയിപ്പിക്കാനുള്ള അസൈൻമെന്റ് ആയിരുന്നു അജിത് കുമാറിന് കൊടുത്തത്. ഇപ്പൊ ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞു. ആരെ അന്വേഷിച്ചെന്നറിയാം? അജിത് കുമാറുണ്ട്. ഇതിനേക്കാൾ വലിയ തമാശ ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയുണ്ട്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ED എവിടെ പോയി? കരുവന്നൂര്. ഏത് വഴിക്ക് പോയി? എങ്ങോട്ട് പോയി? അപ്പൊ ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ജാടകളാണ്. ഒരു ED ഇല്ല. പിണറായി പൂരം കലക്കി മുഖ്യമന്ത്രിയാണെന്ന് ആവർത്തിച്ച K മുരളീധരൻ ഇന്ത്യയിലെ RSS നേതൃത്വത്തിന് യോഗി ആദിത്യനാഥിനേക്കാൾ വിശ്വാസം പിണറായി വിജയനിലാണെന്നും പറഞ്ഞു. തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധം K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റ് K സുധാകരൻ കണ്ണൂർ മട്ടന്നൂരിലെ പ്രതിഷേധത്തിലാണ് പങ്കെടുത്തത്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല മുൻ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സർവീസിൽ തിരിച്ചെടുത്തു. സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്നു. പാലക്കാട് തിരുവാഴാങ്കുന്ന് കോളേജ് ഓഫ് ഏവിയേഷൻ സയൻസ് ആൻഡ് മാനേജ്മെന്റിലാണ് നിയമനം. വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്നാണ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നതായിരുന്നു ഇരുവർക്കുമെതിരെ ഉണ്ടായിരുന്ന ആരോപണം. സർവകലാശാല നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഡീൻ MK നാരായണനും അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. 6 മാസത്തെ സസ്പെൻഷൻ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് സസ്പെൻഷൻ നടപടി പിൻവലിച്ചത്.
ഇന്നലെ ചേർന്ന മാനേജ്മെന്റ് കൗൺസിലാണ് കൂടുതൽ അച്ചടക്ക നടപടി വേണ്ടെന്ന തീരുമാനമെടുത്തത്. അതേസമയം വൈസ് ചാൻസലർ KS അനിൽ, ടി സിദ്ദിഖ് MLA, ഫാക്കൽറ്റി ഡീൻ K വിജയകുമാർ, അധ്യാപക പ്രതിനിധി PT ദിനേശ് എന്നിവർ തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. 12 പേരുടെ പിന്തുണയോടെയാണ് സ്ഥലം മാറ്റ തീരുമാനം അംഗീകരിച്ചത്. തീരുമാനം അടുത്ത ദിവസം ഗവർണർക്ക് അയക്കും. ഫെബ്രുവരി 18-നായിരുന്നു സിദ്ധാർത്ഥൻ മരിച്ചത്. 24 വയനാട്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.